അവിടെ തന്നെ എത്തിച്ചേരേണ്ടത്. മോളെ ആമിന, ആമിന, യശോദേ. പാപ്പ സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാനും സത്യയും കൂടെ അവളവിടെ നിർത്തിക്കൊള്ളാം. മോളെ, മോളെ, നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഇത് കൊച്ചുമുതലാളിയുടെ ഭാര്യ. അകത്തേക്ക് വരാമല്ലോ. നമ്മൾ പോയിട്ട് നമ്മുടെ കെട്ടുവള്ളത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഏതായാലും ആമിനെ പോവല്ലേ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൃഷ്ണ. ആമിനെ എന്റെ മോളെ പോലെ കരുതാൻ തോന്നി. കൊച്ചുമുതലാളി, ആമിനെ ആരാണെന്ന് എനിക്കും എന്റെ പെങ്ങൾക്കും അറിയാം. പക്ഷേ 18 കൊല്ലമായി പറയേണ്ടവർക്കത് പറയാൻ വയ്യ. ഈ രക്തബന്ധം രക്തബന്ധം എന്ന് പറയുന്നത് നന്നാകട്ടെയാണ്. പച്ചവെള്ളത്തിന്റെ വില പോലും ചിലർ അതിന് കൊടുക്കുന്നില്ല. കൃഷ്ണ, കള്ളക്കടത്ത് സാധനം കൊണ്ടുപോകുന്നത് പോലെ എന്റെ മകളെ കൊണ്ടുപോകാനല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് പരസ്പരം അറിയാം. പിന്നെ എന്തിനെല്ലാം തുറന്നു പറയുന്നത്? ആവശ്യമില്ല. എനിക്കതുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. മുതലാളിക്ക് കുടിക്കാൻ വല്ലതും ഇവിടെ വന്നിട്ട്? ഒന്നും വേണ്ട കൃഷ്ണൻ, ഒന്ന് വേഗം അവളെ ഇങ്ങോട്ട് അയക്കാം. അതാ പടച്ചോ ഇത്രയൊക്കെ നടത്തി തന്നു. ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് വേഗം നടത്തി തന്നെ. അവള് പോകുന്നതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. ഓരോ തരത്തിൽ എല്ലാവരും സങ്കടക്കാരാണ്. എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല. മോളെ, മോളെ, വാ മോളെ. അമ്മായി പോയിട്ട് വാ മോളെ. അബ്ദുള്ളക്ക, പോ മോളെ, മോള് സുഖായിരിക്കും. അച്ഛൻ വെള്ളം കുടിച്ചില്ല. മോളെ, അച്ഛൻ അന്ധശ്വാസം വലിക്കുമ്പോ മോടെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ ആ വെള്ളം നീ ഇപ്പോഴേ തരുന്നോ മോളെ? വരൂ, പോകാം. അച്ഛൻ കരയാണോ? എന്റെ മോള്, എന്റെ മോള് പോ മോള്. ഇല്ല, ഞാൻ പോവില്ല അച്ഛാ. എനിക്ക് പോകാൻ കഴിയില്ല അച്ഛാ. ശരി, നിന്നോട് പോകാനാ പറഞ്ഞത്. മോളെ, പറയുന്നത് കേക്കും മോളെ. എന്നോടൊന്നും പറയണ്ട. ഞാൻ ഇവിടെ നിന്ന് വരുന്നില്ല. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് പോകണം. സഫിയ,
അച്ഛാ 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 ഇനി ബാപ്പായോട് തുറന്നു പറയുന്നതാ നല്ലത്. എന്തിനും വൈകിപ്പോയി സഫിയ. ആ കൃഷ്ണന് അതിങ്ങടെ മോളാണെന്ന് അറിയില്ലേ? അറിയാം. ആമിനിക്കറിയാവോ? ഇല്ല. എന്നാൽ നിങ്ങൾ അവളോട് പോയിട്ട് തുറന്നു പറ. ബാപ്പാന്നറിഞ്ഞാൽ വരാതിരിക്കൂ. 18 വർഷം അത് പറയാതിരുന്നതിന് അവൾ എനിക്ക് മാപ്പ് തരില്ല. എന്തായാലും ബാപ്പയല്ലേ, മനസ്സിൽ അതിന്റെ സ്നേഹം കാണാതിരിക്കൂ. നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ടാ. അല്ലെങ്കിൽ നമ്മൾ തന്നെ അവളോട് തുറന്നു പറയായിരുന്നു. സഫിയ, എന്ത് എതിർപ്പുണ്ടായിരുന്നെങ്കിലും ആ സൈനബയെ തന്നെ കെട്ടാമായിരുന്നു. എങ്കിൽ ഇന്ന് ഈ തീ തിന്നണ്ടായിരുന്നു. ഇങ്ങനെ കിടന്ന് വേദനിക്കുന്നതിനേക്കാളും നല്ലത് വരണത് വരട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരോടും അങ്ങ് തുറന്നു പറയുന്നതല്ലേ. മാത്യു, കുറച്ച് ദിവസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കൊന്ന് ഉറങ്ങണം. എന്റെ അമ്മ ഗുരുദേവന്റെ ആളാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ല, ഇല്ലേ മാത്യു? ഭ്രാന്ത് പറയാതിരിക്ക. എന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ ആരോടെങ്കിലും തുറന്നു പറയാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ചാലാണ് ഭ്രാന്ത് പിടിക്കുക. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ അമ്മയോട് പോയി പറ ഞാനിവിടെ ഉണ്ടെന്ന്. ആരും എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരേണ്ടതില്ലെന്ന്. ഓടെ വാതിലടച്ചോളൂ. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോവാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്. എന്റെ പാർട്ടി അങ്ങോട്ട് തീരുമാനം എടുത്തേക്കും. മോനെ ഇന്നലെ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പും കുന്തും. അവനവന്റെ സ്നേഹിതന്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? അതും വിചാരിച്ച് സമാധാനിക്കാൻ ഒരമ്മയ്ക്ക് കഴിയില്ല. അവൻ കുറച്ചു നാളത്തേക്ക് ഇവിടെ ഒന്ന് മാറി നിൽക്കട്ടെന്ന്. അപ്പോഴത്തേക്ക് ആ പെണ്ണിന്റെ കാര്യങ്ങളും ഒക്കെ ഒരു തീരുമാനമാവും. അപ്പൊ പിന്നെ കുഴപ്പം തീർന്നല്ലോ. ദേവൻ വന്നില്ലേ ഇവിടെ? ഇല്ല ഏട്ടാ. അവൻ വരും. മോളെവിടെ? അവളകത്തുണ്ട്. മോളെ ആമിന, ആമിന, ഇതുള്ള ഇവിടെ ഒന്ന് ഇരിക്കാം. ഇവിടെ നിന്നാ ഇവിടെ മോന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് പാർട്ടി ഓഫീസിൽ ഒന്ന് പോകണം കേട്ടോ. മോളെ. അച്ഛാ ദേവേട്ടൻ. അവൻ വരും മോളെ. അച്ഛൻ ഇങ്ങോട്ട് വന്നത് മോളോടൊരു കാര്യം ചോദിക്കാനാ. നമ്മുടെ ഹാജിയാരുടെ കൊച്ചുമോൻ ഹമീദ് മോളെ കിട്ടിക്കൊള്ളാമെന്ന് പറയുന്നു. നിങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നവരല്ലേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അവനെ നിനക്ക് ഇഷ്ടമാണോ മോളെ? പറ മോളെ. അങ്ങനെ ചോദിച്ചാൽ ഞാനില്ലെന്നേ പറയൂ. എന്നാലും അച്ഛൻ ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. പിടിക്ക് പിടിക്ക്, ആഗ്രഹം പറ മോളെ. അബ്ദുള്ളേ, ഇടാ നമുക്കത് നടത്തി കൊടുക്കാവിടാ. യശോദേ, കൊച്ചു മുതലാളിയുടെ പെങ്ങടെ മോനെ ആവിനെ കിട്ടിക്കൊള്ളാമെന്ന് അബ്ദുള്ളയുടെ പറഞ്ഞു. എന്നാലെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുമല്ലോ. അബ്ദുള്ള, കല്യാണത്തിലുള്ള ഏർപ്പാടുകളെല്ലാം വേഗം വേഗം നടക്കട്ടെ. എനിക്ക് നിങ്ങളുടെ സമ്പ്രദായങ്ങളൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഓ, ഞങ്ങളുടെ സമ്പ്രദായം ഒന്നും ഈ കാര്യത്തിൽ അത്ര നോക്കാനില്ലെന്ന്. രജിസ്റ്റർ ഓഫീസിൽ പോവുക, അങ്ങോട്ട് നടത്തുക. അത് പാടില്ല. നിങ്ങളുടെ മതവിധ പ്രകാരം തന്നെ നടത്തണം. അങ്ങനെ നടക്കുമെന്ന് നമുക്ക് തോന്നല്ല. അതെന്താ, പണത്തിന്റെ കാര്യമാണ്? അല്ല, പിന്നെ പറയടാ. ഇത് നടത്തി തരേണ്ട ആള് പള്ളിയിലല്ലേ? ആ ആളടക്കം പള്ളിയുടെ എല്ലാ ഭാഗങ്ങളും ആചാരി പിടിച്ച് കെട്ടിവെച്ചേക്കല്ലേ? എടാ, എന്റെ മോൾ ആ തറവാട്ടിലേക്ക് തന്നെയാ കയറി ചെല്ലേണ്ടത്. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ കൂടെ അല്ല, പള്ളിയിലൂടെ തന്നെ വേണം. രജിസ്റ്റർ ഓഫീസ് ആയാലെന്താ? മുസ്ലിം അല്ലേ കെട്ടുന്നത്? നിനക്കത് മനസ്സിലാകില്ല. രജിസ്റ്റർ ഓഫീസ് എന്ന് പറയുന്നത് മതത്തിന് പുറത്താ. അങ്ങനെ ചെയ്താൽ ഞാൻ തോറ്റുപോകും. എടാ, നീ ഒരു വഴി പറഞ്ഞതാ. എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടി എന്നും വാദിച്ചിട്ടുള്ളവനാണ് നീ. ഇക്കാര്യത്തിന് കൂടി